ടെക്നോളജിയിലൂടെ. സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. അവയവ കച്ചവട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഇരയായ പാലക്കാട് സ്വദേശിയെ തേടി അന്വേഷണ സംഘം. അവയവ മാഫിയയുമായുള്ള ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. ഇ.പി. ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ ആശ്വാസം. സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് കോടതി. സർക്കാർ അപ്പീൽ പോകണമെന്ന് ഇ.പി. ജയരാജൻ. മന്ത്രിപദത്തിന് അവകാശവാദം ഉന്നയിച്ച് കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസ്. മന്ത്രിപദം പങ്കിടാമെന്ന് എൻ.സി.പിയിൽ ധാരണ ഉണ്ടായിരുന്നു. എൽ.ഡി.എഫിന് നൽകിയ കത്ത് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണും. ആവശ്യം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയെന്നും തോമസ് കെ തോമസ്. സംസ്ഥാനത്ത് മഴ ശക്തം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം പോത്തൻകോട് ചുമരിടിഞ്ഞ് വീട്ടമ്മ മരിച്ചു. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുക്കി. എറണാകുളം വരാപ്പുഴയിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. IPL-ലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ആദ്യ പ്ലേ ഓഫിൽ കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. വാർത്തകളിലേക്ക് വിശദമായി. അവയവ കച്ചവട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. എറണാകുളം റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവയവ മാഫിയയുമായുള്ള തന്റെ ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന് കേസിലെ പ്രതിയായ സബിത്ത് നാസർ മൊഴി നൽകി. എറണാകുളം റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ